ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ജനാർദ്ദനൻ മൂക്കുതല. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷുമായിട്ടാണ്. ആലു പാലക്, അതായത് ഉരുളക്കിഴങ്ങും പാലക് ചീരയും കൊണ്ടുള്ള മനോഹരം രുചികരവുമായിട്ടുള്ള ഒരു ഡിഷാണിത്. നോർത്ത് ഇന്ത്യക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭവം കൂടിയാണിത്. പൊറോട്ട, ചപ്പാത്തി, വെള്ളയപ്പം, ഇതിലേക്കെല്ലാം അതീവ രുചികരമായിട്ടുള്ളൊരു കോമ്പിനേഷൻ കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ എങ്ങനെയാണെന്ന് കണ്ടിട്ട് മടങ്ങി വന്നാലോ നമുക്ക്. അപ്പോൾ ഞാനിവിടെ ഒരു കെട്ട്, വലിയ കെട്ടാണ് ഇട്ടത്. ചീര, പാലക് ചീരയാണ് ഇവിടെ വാങ്ങിയിട്ടുള്ളത്. അതുകൂടാതെ 3 വലിയ ഉരുളക്കിഴങ്ങ്. പാലക് ചീര നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ചെറിയതായിട്ട് അരിഞ്ഞു വയ്ക്കുക. ഉരുളക്കിഴങ്ങ് ഏകദേശം ഒരു മീഡിയം കഷ്ണങ്ങളാക്കി അരിഞ്ഞു വയ്ക്കുക. പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം നമുക്ക്. വെളിച്ചെണ്ണ ചൂടായാൽ 1 ടീസ്പൂൺ നിറയെ ജീരകം മസ്റ്റാണ് അത് അവരുടെ കറിയിൽ. അതുകൂടാതെ ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് കൂടി ഞാൻ ഇട്ടിട്ട് ഒരു 30 സെക്കൻഡ് നേരം ഒന്ന് വഴറ്റിയെടുക്കുന്നു. അതിനുശേഷം ഞാനിവിടെ 2 മീഡിയം സൈസ് സവോള ചെറിയതാക്കിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇത് നമുക്ക് നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വഴറ്റിയെടുക്കാം. അപ്പോൾ അതിവിടെ നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതേ കളറ് വരുന്നത് വരേക്കും നമ്മൾ വഴറ്റിയെടുത്താലാണ് ഈ പാലക് ചീരയുടെ കറിയുടെ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ നിങ്ങൾ വഴറ്റിയെടുക്കാൻ ശ്രമിക്കുക. ഒരു 3 പച്ചമുളക് ഞാൻ 2ആയി കീറിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. അതുകൂടാതെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇത്രയും ചേർത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ എല്ലാം പച്ചമണം പോകുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. അതിനുശേഷം കുറച്ച് ഗരം മസാല ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3/4 ടീസ്പൂണോളം വരും. വീണ്ടും കുറച്ച് നേരം കൂടെ നമുക്ക് വഴറ്റിയെടുക്കാം. പിന്നെ ഒരു 2 മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇനി ഈ തക്കാളി നമുക്ക് നല്ല രീതിയിൽ ഉടഞ്ഞു ചേരുന്നതുണ്ട്. എണ്ണ തെളിയുന്നത് വരെ നമുക്കിത് വഴറ്റി കൊടുക്കണം. അപ്പോൾ മെല്ലെ മെല്ലെ ചെറിയ തീരിട്ട് വഴറ്റിയെടുക്കാം. നമുക്കിതിലേക്ക് സ്വല്പം ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ തക്കാളി നല്ല രീതിയിൽ ഉടഞ്ഞു കിട്ടും. അപ്പോൾ കുറച്ച് ചുടുവെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്കതൊന്ന് അടച്ചു വയ്ക്കാം. ഒരു 2 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മുടെ തക്കാളി എല്ലാം വെന്തുടഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്കതൊന്ന് അടച്ചു വെച്ചിട്ട് 2 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളി എല്ലാം നല്ല രീതിയിൽ ഉടഞ്ഞു വന്നിട്ടുണ്ട്. എണ്ണയെല്ലാം ഇവിടെ തെളിഞ്ഞതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. സൈഡിലൊക്കെ എണ്ണ അങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഉരുളക്കിഴങ്ങ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. ഒരു 2 മിനിറ്റ് നേരം ഒന്ന് മിക്സ് ചെയ്യണം. നല്ല രീതിയിൽ എണ്ണയും ഉരുളക്കിഴങ്ങും കൂടി ഒന്ന് ജോയിൻ്റ് ആവേണ്ടതുണ്ട്. അതിന് ശേഷം നമുക്കിതിൽ വെള്ളമൊന്നും ഈ സമയത്ത് ഒഴിക്കരുത്. ഒന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നേരം അങ്ങനെ ഇരിക്കട്ടെ. ഇടയ്ക്കൊന്ന് വേണമെങ്കിൽ തുറന്നു നോക്കിയിട്ട് ഇളക്കി കൊടുക്കട്ടെ, അല്ലെങ്കിൽ അടിയെ പിടിക്കും. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് ഞാൻ തുറന്നു നോക്കിയിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ വീണ്ടും 2 മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഏകദേശം എണ്ണയിൽ കിടന്നിട്ടൊരു പരുവം ആയതായിട്ട് നിങ്ങൾക്കിവിടെ കാണാം. വീണ്ടും നല്ല രീതിയിൽ നമ്മൾ ഒന്നുകൂടെ മിക്സ് ചെയ്യണം. അതിന് ശേഷം ഉരുളക്കിഴങ്ങ് വേവാൻ ആവശ്യത്തിനുള്ള ചുടുവെള്ളമാണ് ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഉരുളക്കിഴങ്ങ് വേവാനുള്ള രീതിയിലുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ചതിന് ശേഷം ഈ ഉരുളക്കിഴങ്ങ് നല്ല രീതിയിൽ ഒരു 3/4 ഭാഗം വെന്ത് കിട്ടണം. അതുവരേക്കും നിങ്ങളിത് വേവിക്കുക. ഒരു 6-7 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ്. ഏകദേശം നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇതെല്ലാം വെന്തതായിട്ട് നമുക്കിവിടെ കാണുമ്പോൾ മനസ്സിലാവും. എന്തായാലും നമുക്കിതിൻ്റെ വേവ് ഒന്ന് നോക്കാം. ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം.
ഇപ്പോൾ അതാ ഇവിടെ ഉരുളക്കിഴങ്ങ് ഒരു 3/4 ഭാഗത്തോളം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത്രയും വെന്താൽ മതി. ഇനി നമുക്ക് കുറച്ച് നേരം കൂടി വേവാനുള്ളതാണ്. അപ്പോൾ ഈ പാലക്ക് മൊത്തമായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് വൃത്തിയായി എല്ലാ ഭാഗത്തും ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ അങ്ങോട്ട് അടച്ചു വയ്ക്കാം. കാരണം ഈ പാലക്കിൽ നിന്ന് ഒരുപാട് വെള്ളം ഇറങ്ങി വരാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ അടച്ചു വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് നേരം വേവിക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം ഞാൻ തുറന്നു നോക്കി. ഇപ്പോൾ ഏകദേശം പാലക്ക് ഒന്ന് അടിയിലേക്ക് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരുപാട് പാലക്കുള്ളതായിട്ട് തോന്നിയിരിക്കാം. പക്ഷേ ഇപ്പോൾ പാലക്ക് എവിടെ പോയി എന്നുള്ളത് ആണ് അത്ഭുതം. കാരണം പാലക്ക് വെന്ത് കഴിഞ്ഞാൽ വളരെ കുറച്ചേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ പാലക്ക് എപ്പോഴും കുറച്ച് കൂടുതൽ ഉണ്ടാക്കണം ഈ കറിയിലേക്ക് കേട്ടോ. 1-1.5 കെട്ടൊക്കെ പാലക്ക് വാങ്ങിക്കാം. ഇത് ഒരു 5-6 പേർക്ക് കഴിക്കാവുന്ന സബ്ജിയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തു. ഇനി നമുക്കിത് ഒരു പ്രാവശ്യം കൂടി അടച്ചു വെച്ചിട്ട് 5 മിനിറ്റ് കൂടി വേവിക്കാം. അപ്പോഴേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങും പാലക്കും നല്ല രീതിയിൽ ജോയിൻ്റ് ആയിട്ട് വരും. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കണ്ടാൽ മനസ്സിലാവും നമ്മുടെ ആലു പാലക്ക് എന്ന് പറയുന്ന ഉരുളക്കിഴങ്ങ് പാലക് ചീരയുടെ സബ്ജി ഇവിടെ വളരെ മനോഹരമായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് പൊറോട്ട, ചപ്പാത്തി എന്നീ വിഭവങ്ങളിലേക്ക് ചൂടോടുകൂടി കഴിച്ചാൽ അതിൻ്റെ ഒരു രുചി പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ ആലു പാലക്കിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കണ്ടിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എല്ലാം ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി അമർത്തി പോകാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയി വരുന്നതുവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ജനു ജനാർദ്ദനൻ, മൂക്കുതല. ബായ്.